Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafian wa amalan mutaqabbala rizqan halalan tayyiba quluban khashiyah. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuhu. My beloved sisters, ഒരു ലോങ് ബ്രേക്കപ്പിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണല്ലേ. ഒരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ജെൻസി കുട്ടികൾ. അതെന്താണ് അത്? നിങ്ങൾ വിചാരിക്കും എന്താ പൂച്ചക്ക് എന്താ പൊന്നു തൂക്കുന്നിടത്ത് എന്നൊരു ചോദ്യമുണ്ട്. എന്നതുപോലെ ഖുർആൻ ക്ലാസ്സിൽ എന്താ ജെൻസി കുട്ടികൾക്ക് പ്രാധാന്യം, അല്ലെ? നമ്മൾ കുറച്ചു കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് ജെൻസി കുട്ടികൾ, ആൽഫ ജനറേഷൻ എന്നൊക്കെ. ഇതൊക്കെ എന്താന്ന് നമ്മളെ ഉമ്മമാർക്കൊന്നും അറിയൂല. എന്നുവെച്ചാൽ കോളേജിലൊക്കെ പോയവർക്കും കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനൊക്കെ അറിയുമായിരിക്കും മേ ബി. അപ്പൊ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ക്ലാസ് വെച്ചിട്ടുള്ളത്, ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ജനറേഷൻ ആൽഫ എന്ന് പറഞ്ഞാല് 2013 മുതലുള്ള കുട്ടികളെ കൊണ്ടാണ് ജനറേഷൻ ആൽഫ എന്ന് പറയുന്നത്. അതായത് 14 വയസ്സിന് വരെയുള്ള കുട്ടികൾ, അല്ലെ? 2013 മുതലുള്ള കുട്ടികൾ. അതേസമയം ജനറേഷൻ ജെൻസി കുട്ടികൾ എന്ന് പറയുന്നത് 1997 മുതൽ 2012 വരെയുള്ള കുട്ടികൾ. അതായത് SLC 9th സ്റ്റാൻഡേർഡ് മുതൽ 29-30 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ജെൻസി എന്ന് പറയുന്നത്. അതൊരു സ്പെഷ്യൽ കാറ്റഗറി മക്കളാണ്. അവർക്ക് മക്കളെല്ലാം ഇപ്പൊ അവര് വലുതായിട്ടുണ്ട്. 29 വയസ്സുള്ളവരൊന്നും മക്കളെ കൊടുത്ത് കൂട്ടാൻ പറ്റൂലല്ലോ, അല്ലെ? എന്നിരുന്നാലും അവർക്കെല്ലാം ഒരു പ്രത്യേക തരം സ്വഭാവ രീതികളാണുള്ളത്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിങ്ങനെ ആരും എഴുതി വെച്ച കാര്യങ്ങളൊന്നല്ല. അതേസമയം ഇപ്പോൾ മൊത്തം ടോട്ടൽ അവരെ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ ശാസ്ത്രീയമായിട്ട് കിട്ടിയിട്ടുള്ള തെളിവുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതായത് ഈ ആൾക്കുട്ടികൾ, ജനറേഷൻ സി എന്ന് പറയുന്ന ടീംസ് ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളുടെയും കൂടെ വളർന്ന തലമുറയാണ്, അല്ലെ? അവർ ജനിച്ചപ്പോഴേ കാണുന്നതാണ്. അവരാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓവർ ആക്റ്റീവ്, ഫുൾ ടൈം അതിലാ, അല്ലെ? എന്ത് ചോദിച്ചാലും അവരുടെ അടുത്ത് മറുപടി ഉണ്ടല്ലേ. അപ്പൊ ഒന്ന് വെറുതെ ഒന്ന് കുത്തി കളിച്ചാൽ അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. പോരാത്ത ChatGPT കൂടെ ഉള്ളത് കൊണ്ട് കൂളായി കാര്യങ്ങളൊക്കെ. പിന്നെ വേഗത്തിൽ വിവരങ്ങൾ സ്വീകരിക്കുന്ന പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ അധിഷ്ഠിത പ്രസന്റേഷൻ ഉള്ളടക്കങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതായത് നമ്മളെ പോലെയുള്ള ഒരു 50-60 ആയ ലേഡീസിനോടൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ക്ലാസ് നമ്മൾ വിശദീകരിച്ച് കൊടുത്താൽ അവർക്ക് അത് മനസ്സിലാവും. കാരണം വിശദീകരിച്ച് കൊടുത്താൽ മതി, അവർക്ക് അതിന്റെ പിക്ചറിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. അതേസമയം ഈ ജെൻസി പിള്ളേർക്കാണെങ്കിലോ എന്തിനും ഇതുപോലെ ഇപ്പൊ ഞാൻ കാണിക്കുന്ന പോലത്തെ പ്രസന്റേഷൻസ് വേണം, അല്ലെ? പ്രസന്റേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സംഗതികൾ മനസ്സിലാകുകയുള്ളൂ. അവരൊന്നും കേട്ട് പഠിക്കൂല, കാണണം. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വ്യക്തിത്വത്തിനും സ്വാതന്ത്ര്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതായത് വീട്ടിലുള്ള പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, അല്ലെങ്കിൽ നമ്മളെ നെയ്ബേഴ്സ്, അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സ്, ഇവർക്കൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അല്ലെ? അവരെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ ആ ഒരു യങ്ങസ്റ്റ് തലമുറകളും മാത്രമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് കളിയാണെന്ന് വേണം പറയാൻ, അല്ലെ? അത്തരം ഒരുപാട് സ്വഭാവ വിശേഷങ്ങൾ അടങ്ങിയവരാണ് ഈ ജെൻസി എന്ന് പറയുന്നത്. പിന്നെ അതായത് ഏകദേശം 990, ഏകദേശം കണക്കാണ്, ഇത് കറക്റ്റ് എഴുതി വെച്ചതൊന്നല്ല. ഏകദേശം 997 മുതൽ 2012 വരെ, അതായത് 14 വയസ്സ് മുതൽ ഏകദേശം 29 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. ഇവരെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നു, സൂമേഴ്സ്. പിന്നെ ഒരു 2K കിഡ്സ് എന്ന പേരിലും അവരെ അറിയപ്പെടുന്നുണ്ട്, അല്ലെ? അങ്ങനെ സാങ്കേതിക വിദ്യയും ഇന്റർനെറ്റിനോടും സോഷ്യൽ മീഡിയയോടും ഒപ്പം തന്നെ വളർന്ന ഒരു ന്യൂജൻ തലമുറയാണ്. ഇവര് ജനിച്ചതേ ഇന്റർനെറ്റും ഫോണും സ്മാർട്ട് ഫോണും വാട്സപ്പും ഗൂഗിളും യൂട്യൂബും ഒക്കെ ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തലമുറ നേരിടുന്ന വെല്ലുവിളികൾ, അല്ലെ? അവർക്ക് കൂടുതലായിട്ട് ഈ ജങ്ക് ഫുഡുകളും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെയാണ് അവർക്ക് കൂടുതൽ താല്പര്യം. പ്രസന്റേഷൻസ് കാണുന്നുണ്ടോ? ഒരു മിനിറ്റ് നോക്കട്ടെ.
അപ്പം ഇവർ പല പഠനങ്ങളും കാണിക്കുന്നത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് നിരവധി വെല്ലുവിളികൾ, അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം മാനസിക ആരോഗ്യ നില കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരറ്റീവ്ലി മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർ വീക്കാണെന്ന് കാണാം. അല്ലെ, ഇവർക്കൊന്നും തന്നെ താങ്ങാനുള്ള കെൽപ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ കുട്ടികൾക്ക് ഒരു 10-12 കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉത്കണ്ഠ, ആങ്സൈറ്റി, വിഷാദം, ലോൺലിനെസ് മുതലായ പ്രശ്നങ്ങൾ അവരെ തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ആങ്സൈറ്റി അല്ലെ, വിഷാദം, ഡിപ്രഷൻ, ഏകാന്തത, ലോൺലിനെസ്. ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ പോലും അത് താങ്ങാനുള്ള ഒരു കെൽപ്പ് അവർക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് അവർക്ക് വളരെ വീക്കാണെന്നാണ്. പിന്നെ സാമൂഹിക സമ്മർദ്ദങ്ങൾ മുതലായ വിഷയങ്ങളിൽ അവർക്ക് ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. അതായത് അവർക്ക് പുറത്തു നിന്നുള്ള ഒരു ജാതി സംഘടനകളോ ഒരു ഒരു നോട്ടങ്ങളോ വേറെ വേറെ കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് സഹിക്കാൻ പറ്റൂല. അല്ലെ, നമ്മളാണെങ്കിൽ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നതാണ്. നമ്മൾ മാനസികമായിട്ട് നല്ല പക്വതയുണ്ട്. നമ്മളിനി ആര് തുറിച്ചു നോക്കിയാലും കുറ്റം പറഞ്ഞാലും അതൊക്കെ എതിർത്ത് പ്രൊട്ടസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കെൽപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും പൂർവ്വ സമുദായക്കാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും സോഷ്യലി, മെന്റലി, ഫിസിക്കലി, പിന്നെ എല്ലാ രീതിയിലും ഇവർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെ, അതായത് ശാസ്ത്രീയമായിട്ട് ഒരു ചൊല്ലുണ്ട്, ഹാർഡ് ടൈം സ്ട്രോങ് മാൻ. അതായത് ഹാർഡ് ടൈംസ് മേക്ക് എ സ്ട്രോങ് മാൻ. അതായത് വളരെ പ്രയാസപ്പെട്ട പിന്നെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാർ എന്താവുന്ന പറയുന്ന അവർ സ്ട്രോങ് മെൻ ആവും. അവർക്ക് നല്ല ശക്തി ഉണ്ടാവും. അല്ലെ, അവർക്ക് നല്ല ശക്തി ഉണ്ടാവും. അതേസമയം സ്ട്രോങ് മാൻ ക്രിയേറ്റ് ഗുഡ് ടൈംസ്. അതായത് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഗുഡ് ടൈംസ് ഉണ്ടാവും. ഇത് നല്ലൊരു ഉദാഹരണമാണ് നമുക്ക് യൂസുഫ് അലി. അല്ലെ, യൂസുഫ് അലി സാറൊക്കെ ജീവിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സാമ്പത്തികമായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അല്ലെ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് അനുഭവിച്ചത് കൊണ്ട് അദ്ദേഹം ഇന്നൊരു നല്ല ബെറ്റർ ടൈം ഉണ്ടാക്കി. അദ്ദേഹം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ലോകർക്ക് മുഴുവൻ അത് ഉപകാരപ്പെടുന്നു. അതേസമയം ഗുഡ് ടൈംസ് ക്രിയേറ്റ് വീക്ക് മെൻ. അതായത് നല്ലൊരു ഗുഡ് ടൈം ആണെന്ന് വിചാരിച്ചോളി. അതായത് വലിയ പൈസക്കാരൻ ഫാദറിന്റെ അടുത്ത് BMW കാറ്, വലിയ വീട്, കുറെ പണിക്കാര്, അങ്ങനെ കണ്ട രീതിയിൽ കുട്ടികളെ നമ്മൾ വളർത്തി കൊണ്ടുവരുമ്പോ എന്താന്ന് വെച്ചാൽ അവർ വീക്ക് മെൻ ആവുന്നു. അവർക്കൊന്നും തന്നെ ഒന്നിനും ഒരു താക്കത്ത് ഉണ്ടാവില്ല, സ്ട്രെങ്ത് ഉണ്ടാവില്ല, ആ രീതിയിലേക്ക് പോകുന്നു. അല്ലെ, അപ്പൊ വീക്ക് മെൻ ക്രിയേറ്റ് ഹാർഡ് ടൈംസ്. വീക്കായിട്ടുള്ള മനുഷ്യന്മാര്, അതായത് പിതാവിന്റെ മരണശേഷം ആ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും ആ കുട്ടികൾക്ക് അറിയാത്തൊരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്. അല്ലെ, അപ്പൊ വീക്ക് മെൻ ക്രിയേറ്റ് ഹാർഡ് ടൈംസ്. വീക്കായ മനുഷ്യന്മാര് ഭയങ്കര കഷ്ടപ്പെടുന്ന കാലങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗുഡ് ടൈംസ് ക്രിയേറ്റ് വീക്ക് മെൻ. നല്ല ബെറ്റർ ടൈം ആണല്ലേ, അത് ഉണ്ടാക്കുന്നവര് അവര് പിന്നെ ക്രിയേറ്റ് വീക്ക് മെൻ, മനുഷ്യന്മാരെ വളരെ വീക്കാക്കാൻ സഹായിക്കുന്നു. ഇതിൽ ഒരു വലിയ പങ്ക് അവിടെ ആർക്കുണ്ട്? നമ്മളെ മാതാപിതാക്കൾക്കും ഉണ്ട് എന്ന് വേണം പറയാൻ. അല്ലെ, കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, അവരുടെ സ്വഭാവ രീതികൾ മാത്രം വിശദീകരിക്കുക. ഒരാളെയും കുറ്റപ്പെടുത്താൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. അല്ലെ, അതായത് കഠിനമായ സാഹചര്യങ്ങൾ ശക്തരായ ആളുകളെ വളർത്തുന്നു. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാക്കളും മാതാക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കിണറ്റിരുന്ന് വെള്ളം കോരിയിട്ടും തുണികളൊക്കെ കല്ലിൽ അലക്കിയിട്ടും വിറക് കീറിയിട്ടും അടുപ്പ് കത്തിച്ചിട്ടൊക്കെയാണ് ജീവിച്ചത്. പക്ഷെ അവർക്കൊക്കെ ഇപ്പോഴും നല്ല സ്ട്രെങ്ത്, മാനസികമായിട്ടും നല്ല സ്ട്രെങ്ത് ആണ്, ആരോഗ്യപരമായിട്ടുമാണ്. പക്ഷെ എല്ലാറ്റിലും മെഷീനെ ആശ്രയിക്കുന്ന നമുക്കാണെങ്കിലോ ഒരു സ്ട്രെങ്ത്തും ഇല്ല. അല്ലെ, അനങ്ങുമ്പത്തിന് ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട അവസ്ഥ, ഷുഗർ, പ്രഷർ, അങ്ങനെ വേണ്ട എല്ലാ അസുഖങ്ങളും എന്നിട്ട് അത് വീട്ടിൽ ജോലി ചെയ്യുകയും അതേ സമയം പുറത്തു പോയി ജിമ്മിൽ പോകേണ്ട ഒരവസ്ഥ. അത് തന്നെയാണ് ഇന്നത്തെ കുട്ടികളും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം. അല്ലെ, പിന്നെ ഒരു ചരിത്രപരമായ നിരീക്ഷണങ്ങളോ അഭിപ്രായങ്ങളോ മാത്രമാണ് ഇത്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു നിയമം ഒന്നല്ല. ജെൻസി തലമുറ വളരെ ദുർബലരാണെന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ അവരെ അവസ്ഥകൾ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയകളുടെ സ്വാധീനം, ഡിജിറ്റൽ ജീവിതം, തൊഴിൽ മേഖലയിലെ മാന്ദ്യങ്ങൾ, ഇതെല്ലാം അവരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു എന്ന് വേണം പറയാൻ. അല്ലെ,
പിന്നെ ഇത് അന്ന് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് വിശക്കുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉമ്മ വൈകുന്നേരം ആകുമ്പോൾ അടുക്കളയിൽ പോയി എന്തെങ്കിലും മുട്ടയും പഴം എടുത്തെന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടായിരുന്നു തന്നിരുന്നത്, അല്ലെങ്കിൽ കപ്പ പൊഴിഞ്ഞിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിലല്ലേ. പക്ഷെ ഇപ്പം മക്കൾക്ക് വിശന്ന് കഴിഞ്ഞാൽ എന്താ അവർ ചെയ്യുക? സ്വിഗ്ഗി ഡിപ്പാർട്ട്മെന്റിലാണ് അവർക്ക് പണിയെന്ന് തോന്നിപ്പോവും അല്ലേ. ഉടനെ അവർ വരുത്തും, എന്താ ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനെ കണ്ട എന്താ ഫാസ്റ്റ് ഫുഡുകളൊക്കെയാണ് വരുത്തി കഴിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ലാത്തത് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് പറ്റൂല അല്ലെ. നല്ല ഫുഡ് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ പോലും അവർക്ക് യാതൊരു താല്പര്യവുമില്ല. ഇത് മൊത്തത്തിൽ ടോട്ടൽ കാണാൻ കഴിയുന്ന ഒരു സ്വഭാവമാണ്. ഇതിന്റെ കുട്ടികൾ നിങ്ങളെ കുട്ടികൾ എന്നൊരു വ്യത്യാസം ഈ വിഷയത്തിലില്ല. എല്ലാ സമൂഹത്തിലും, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും എല്ലാ ടൈപ്പ് കുട്ടികളിലും ആകെ മൊത്തം ടോട്ടൽ ഭയങ്കരമായിട്ടൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവും ഇല്ല അല്ലെ. വിശപ്പ് എന്ന് കേട്ട, ഇഫ് യു ഹിയർ ഹംഗ്രി, വിശപ്പ് എന്ന് കേട്ട ഉടനെ ഇമ്മീഡിയറ്റ്ലി അവർ ഓർഡർ ചെയ്യാൻ നോക്കൂലേ. ഇതിനെപ്പോലത്തെ ഒരു പ്രത്യേകത പറയാണ്. മാതാപിതാക്കളെ എന്താ പറയുക, അക്കൗണ്ട് മുഴുവനും കുട്ടികളാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അതിന് അവര് ഫാദറിന്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും വേണ്ട, കുട്ടികൾക്ക് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സാങ്കേതിക വിദ്യകൾ അതിന് മാത്രം ഡെവലപ്ഡ് ആണ് അല്ലെ. അവർക്ക് തന്നെ അറിയാം എന്ത് എവിടെ ഓർഡർ ചെയ്യണം, എപ്പം കിട്ടും, ഏത് സമയത്ത് വരും എന്നല്ലേ. പല സാധനങ്ങളും വീട്ടിലെത്തുമ്പോഴായിരിക്കും പാരൻസ് കണ്ണ് അട്ടിട്ട് പോന്നേ, എങ്ങനെ സാധനം ഇവിടെ ഓർഡർ ചെയ്തിരുന്നോ അല്ലെ. വീട്ടിൽ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടാവും, പത്തിരി ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ട്, ഇതൊന്നും അവർക്ക് വേണ്ട. അവർക്കൊക്കെ ഈ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വിഹാരികളൊക്കെ ഉണ്ടാക്കുന്ന എന്ത് ഫുഡായാലും ഭയങ്കര മോഡിഫൈഡ് കളർ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഭംഗിയാക്കി അട്രാക്റ്റീവ് ആക്കി കൊണ്ടുവരുന്ന ആ സ്വിഗ്ഗിക്കാരെ ഫുഡിനോടാണ് അവർക്ക് ഒരുപാട് താല്പര്യം അല്ലെ. നല്ല ഒറിജിനൽ ഹെൽത്തി ഫുഡുകൾ വീട്ടിലുണ്ടാക്കിയാൽ അതിലൊന്നും അവർക്ക് നോ ഇൻട്രസ്റ്റ്. അങ്ങനെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ആരെ കുറ്റം കൊണ്ടാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. ഇപ്പൊ കാലഘട്ടം അങ്ങനെയാണ് എന്ന് പറയണം അല്ലേ. പഴയ തലമുറയെ നോക്കിയാൽ അവർ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ജീവിക്കുന്നത് അല്ലെ. ഇപ്പോഴത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹമേ വേണ്ട. വിവാഹം എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഇഷ്ടം, ഭർത്താവിന്റെ വീട്ടുകാരുടെ ഇഷ്ടം, ചില വേലിക്കെട്ടുകൾ, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അത് വാങ്ങരുത്, ഇത് വാങ്ങരുത്, മുന്തിയ ഡ്രസ്സ് എടുക്കരുത്, അതിനൊന്നും നോ ഇൻട്രസ്റ്റ് അറ്റോൾ. അവർക്ക് ഇൻട്രസ്റ്റേ ഇല്ല, കല്യാണമേ വേണ്ട എന്നുള്ള അവസ്ഥ. അങ്ങനെ കാല് പിടിച്ച് കല്യാണം കഴിച്ചാൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു നിസ്സാര പ്രശ്നം മതി, അവരത് ഡിവോഴ്സിന്റെ വക്കിലെത്തിക്കാൻ അവർക്ക് ഒരു മടിയും ഇല്ല അല്ലെ. കാരണം അവർക്ക് കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ട വസ്തുത അല്ലെ. അക്കാലഘട്ടത്തിലാണെങ്കിൽ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ സ്വിഗ്ഗി ഓർഡർ ചെയ്ത ഫുഡുകൾ വരുമായിരുന്നില്ല. പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞ് പോയാൽ ചിലപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ഫോൺ കോൾ പോലും വീട്ടിലേക്ക് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും, ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സഹിതം നമുക്ക് അതിന്റെ ഫുൾ പ്രൂഫുകൾ കിട്ടുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചയക്കുന്ന വീട്ടുകാർക്കാണെങ്കിലോ ഈ കുട്ടികളെ പേടിയാണ് താനും അല്ലെ. നല്ല പ്രൂഫുകളോട് കൂടെയാണ് അവര് ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സാങ്കേതികമായ ഒരു ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ. പിന്നെ പരിമിതമായ സൗകര്യങ്ങളായ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ആളുകളെ ബഹുമാനിച്ചും സ്നേഹിച്ചും അല്ലെ. എല്ലാവരും ഇപ്പൊ അടുത്ത വീട്ടുന്ന ഒരാൾ കയറി വന്നാൽ നമ്മൾ വളരെ റെസ്പെക്ട് പൂർവ്വം എണീറ്റ് നിന്ന് വാതിരൊന്നടുത്ത ഉമ്മ കുളിക്കാൻ നിങ്ങൾ ഇരിക്കുന്ന അറിയാം, അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ. ഏതെങ്കിലും കാരണവന്മാർ വന്നാൽ. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏത് പഠിച്ചോ ഇറങ്ങി വന്നാലും ശരി, അവരെ തല മൊബൈൽ ഫോണൊന്നും അവർ പൊന്തിക്കുകയില്ല, കാലും കയറ്റി വെച്ച് ഇരിക്കും. അതായത് റെസ്പെക്റ്റോ മാനേഴ്സോ ഒന്നും ഈ സമൂഹത്തിന് തൊട്ട് തീണ്ടിയിട്ടില്ല. ഇനിയിപ്പോ വന്നോല് വഴിക്ക് പോവുക, അവരവരുടെ കാര്യം നടത്തിച്ച് പോവുക എന്നല്ലാണ്ട് ഈ കുട്ടികളെ അതൊന്നും ബാധിക്കുന്നില്ല എന്ന മട്ടാണ്. ഇത് ഒരിപ്പോ മതവും ദീനൊക്കെ പഠിപ്പിക്കുന്ന കൊച്ചുനാൾ മുതലേ മദ്രസ പഠിപ്പിക്കുന്ന നമ്മളെ വീടുകളിലായാലും, ഇതല്ലാത്ത അന്യ സംസ്കാരത്തിൽപ്പെട്ട ആളുകളെ വീടുകളിലൊക്കെ ആയാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് വേണം പറയാൻ അല്ലെ. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ലക്കും ലഗാനുമില്ലാത്ത പോക്കാണെന്ന് വേണം പറയാൻ അല്ലെ. പിന്നെ ഇപ്പൊ ഇന്ന് വലിയ വലിയ വീടുകളിലുള്ള മുസ്ലിം വീടുകൾ, ഞാൻ ഈ അടുത്ത് കുറച്ച് മുമ്പ് ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോ അങ്ങനെ കൃത്യമായിട്ട് ഓർക്കുകയാണ്. അയാള് എന്തോ അവിചാരിതമായിട്ട് എയർപോർട്ടിലേറ്റോ പോയി മടങ്ങുമ്പോൾ രാത്രി 12 മണിക്കോ 2 മണിക്കേറ്റോ കോഴിക്കോട് ബീച്ച് വഴിയാണ്, കോഴിക്കോടുള്ള ഡോക്ടറാ,
വരുന്നതെന്നാണ്. അപ്പൊ അയാൾ പറയുന്ന ബീച്ചിൽ കണ്ട കാഴ്ച തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം ബീച്ചിലൊക്കെ ആ സമയത്ത് 10-18 വയസ്സ്, അതായത് തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണല്ലേ. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ അത്ര ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ പോകണമെങ്കിൽ എന്തുമാത്രം പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഉപ്പ അല്ലെങ്കിൽ ആങ്ങളെ അങ്ങനെ ആരെങ്കിലും ഇല്ലാണ്ട് വിടുക. ഇന്ന് അതല്ല, ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അങ്ങനെ തോന്നിയ പോലെ ഇറങ്ങി പോവുക. അതോ ഈ ഉമ്മയും ഉപ്പയും പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവരെവിടാ പോയത്. എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവര് സ്കൂട്ടറോ കാറോ എടുത്ത് പുറത്തു പോയി രാത്രി സമയങ്ങളിൽ ആൺകുട്ടികളെപ്പുറം ചെത്തി നടന്ന് ഏതെങ്കിലും സമയത്തൊക്കെ ആയിരിക്കും വീട്ടിൽ വന്ന് കിടക്കുക അല്ലെ. ഇതിനൊന്നും തന്നെ യാതൊരു ലക്കും ലഗാനുമില്ല. ആരാണിത് ചെയ്യുന്നത്, എന്താണ് പ്രശ്നമെന്നും ആർക്കും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇതൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. വളരെ വിഷമകരമായ ഒരു അവസ്ഥ നേരിടുന്ന ഒരു സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത്. ഈവൻ കോഴിക്കോട് സിറ്റിയിൽ പോലും വലിയ വലിയ 5 വക്ത് പള്ളി കയറുന്ന നമസ്കാരത്തായുമ്പുള്ള പല കാരണവന്മാരെയും വീട്ടിലെ പെൺകുട്ടികളെ വരെ രാത്രി ആ സമയത്തൊക്കെ നമുക്ക് ബീച്ചിൽ വെച്ച് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നൊരു മാറ്റം വരാൻ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സർക്കാർ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അവർക്ക് ആയുസ്സും ആരോഗ്യവും അതിനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു സമ്മർദ്ദമില്ലാതെ എല്ലാ കാര്യങ്ങളും നടത്തി പോരാനുള്ള ഒരു കഴിവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ഏതെല്ലാം രീതിയിൽ വളർന്നു വെച്ചാൽ എല്ലാ രീതിയിലും വളർന്നു എന്ന് വേണം പറയാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം, ഈ അടുത്ത ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഉണ്ട്. 2 പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരു പെൺകുട്ടി ചോദിച്ചു, ഏതോ ഒരു ആൺകുട്ടിന്റെ പേരാണ് സന്തോഷിന്റെ കൂടെ, ഇനിയിപ്പോ കുറച്ച് നേരത്തല്ലേ ഒരു ദിലീപിന്റെ പേരാണ്, അത് രാത്രി ദിലീപാ, അപ്പൊ പകല് സന്തോഷ്, അതല്ലെങ്കിൽ വേറെ ഒരുത്തന്റെ പേര് ചോദിച്ചോളാം. അപ്പൊ അവന് അന്നേരം പറഞ്ഞു, അത് ഇവര് രണ്ടാളും ഇല്ലാത്ത സമയത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഓനെ അല്ലെ. ഇങ്ങനെ ഓരോ സമയത്തും ഓരോ തരത്തിൽ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടിട്ടും അങ്ങനെ അവർക്ക് കല്യാണവും വേണ്ട, വിവാഹവും വേണ്ട, പ്രസവവും വേണ്ട, എന്തോ ഒരു പ്രത്യേക സാമൂഹിക നിലപാടിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർ കുറ്റം പറയാനല്ല, അവർ കേൾക്കുന്നെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളൊക്കെ പറയുന്നത്. നമുക്ക് ഏകപത്നി വ്രതം, ഏകപതി വ്രതം അല്ലെ. നമുക്ക് നമ്മുടെ ഭർത്താവ് ഇല്ലാത്തൊരു പുരുഷനെ കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലെ. ഒന്ന് മുഖത്ത് നോക്കി ജീവിക്കാൻ പോലും പേടിയാ. അതേസമയം ഇവർക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് 2, 3, 4 അഫയേഴ്സ് ആയിട്ട് നടക്കും, ഓരോ സ്ഥലത്തേക്ക് ഓരോന്നിന് അല്ലെ. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല രാത്രി അസമയങ്ങളിൽ ഡ്രഗ്സ് അടിക്കാനും ഡ്രഗ്സ് സെയിൽസിന്, ഇവരുടെ ഇങ്ങനത്തെ കുത്തഴിഞ്ഞ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും അവർ പോകുവാനും തയ്യാറാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഒരു വലിയൊരു ഒരു മണിക്കൂർ സമയത്തൊന്നുള്ള യൂട്യൂബ് വീഡിയോകളൊന്നും അവർ കാണൂല അല്ലെ. കാരണം നമുക്കൊക്കെ എന്തെങ്കിലും ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ട്, ഫുൾ കേട്ട് മനസ്സിലാക്കണമെങ്കിൽ ഏകദേശം ഒരു 30-60 മിനിറ്റ്സ് കേൾക്കണം. അതേസമയം അവരതൊന്നും കേൾക്കൂല, അത് കാണൂല, അതിലൊന്നും അവർക്ക് നോ ഇൻട്രസ്റ്റ് അറ്റ് ഓൾ അല്ലെ. അവർക്ക് റീൽസോ ഷോർട്സോ ഒക്കെ ആണ് കൂടുതൽ താല്പര്യം. പെട്ടെന്ന് മാറുന്ന കാര്യങ്ങൾ കിട്ടണം, പെട്ടെന്ന് കിട്ടണം, എല്ലാം സഡൻ റിപ്ലൈ, സഡൻ ആക്ഷൻ ആയിരിക്കണം അല്ലെ. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയന്റെ അമിതമായ ഉപയോഗമാണ്. നിയന്ത്രണമില്ലാത്ത ഫോണിന് യാതൊരു കൺട്രോളും ഇല്ലാത്തൊരവസ്ഥയിലായി പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ഉടനെ ഒരു സൂയിസൈഡിന് നിൽക്കുക അല്ലെ, ആത്മഹത്യ ചെയ്യുക. അപ്പൊ ഒന്ന് പറയാൻ വയ്യ. അപ്പൊ ഇനിയിപ്പോ കുട്ടികൾക്ക് ഫോണില്ലെങ്കിലും ഉമ്മമാരെ ഫോൺ കൊണ്ടാണ് ഇവർ ഈ കളികളൊക്കെ കളിക്കുന്നത്. ഫോൺ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഞരമ്പ് മുറിക്കലുമേലോ കയറിൽ കെട്ടി തൂങ്ങലൊക്കെ ആയിരിക്കും അതിന്റെ അനന്തരഫലം. അത് പേടിച്ച് ആരും ഒന്നും മിണ്ടേയില്ല അല്ലെ. പിന്നെ മാനസിക ദൃഢത, അതായത് മെന്റൽ ടഫ്നെസ് അവർക്ക് തീരെയില്ല. മാനസികമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ എന്നൊന്ന് പരീക്ഷയെ തോൽക്കുക, അല്ലെങ്കിൽ സീറ്റ് കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ കോളേജിലെ കുട്ടികളെ മുമ്പിലിട്ട് ഒന്ന് ഇൻസൾട്ടഡ് ആവുകയൊക്കെ ചെയ്താൽ അതൊന്നും താങ്ങാനുള്ള കരുത്തില്ല. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവ്, അതായത് റെസിലിയൻസ്, അതും അന്ന് ഈ സമൂഹത്തിന് വളരെ കുറവാണെന്ന് വേണം പറയാൻ. പിന്നെ സമയ നിയന്ത്രണം, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന അവരുടെ അടുത്തു കൂടെ പോയിട്ടില്ല എന്ന് വേണം പറയാൻ അല്ലെ. അതായത് രാത്രി ഏതറ്റം വരെ, ഏത് പാതിര വരെ, സുബഹി നിസ്കാരം വരെയും അവർ ഫോണിൽ കളിക്കും. എന്നിട്ടും സുബഹി നിസ്കരിക്കൂല, തഹജ്ജുദ് ഉണ്ടാവില്ല, അത് കഴിഞ്ഞ് കിടന്നുറങ്ങും, രാവിലത്തെ ഫുഡ് ബ്രേക്ക് പിന്നെ സ്കിപ്പ് ചെയ്യും, എന്നിട്ട് ഉച്ച സമയത്ത് എണീക്കും. ഉച്ച സമയത്ത് എണീച്ച് വരുമ്പോൾ തന്നെ എന്തോ ഒരു എന്താ പറയാ, രാവിലെ സമയത്തിന് എഴുന്നേൽക്കാഞ്ഞാൽ തന്നെ തലക്കൊരു കനം പോലെയാണ്. അവരുടെ ബുദ്ധി ഒന്നും ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലല്ല ഇന്നത്തെ
ഇന്നത്തെ വെല്ലുവിളികൾ. ഇപ്പൊ നമ്മളെ കുട്ടികളെ തന്നെ ഏതെങ്കിലും കസിന്റെ വീട്ടിലോ ആളുടെ വീട്ടിലൊക്കെ പാർക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ ഇതാ പണി, ഒന്നിച്ച് നിന്നിട്ട് ഫോൺ കാണുക, എന്നിട്ട് രാത്രി എന്നിട്ട് എന്താണ് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തിന്ന് അങ്ങനെ. അപ്പൊ മൊത്തത്തിൽ നമ്മളൊക്കെ പിടുത്തം വിട്ട ഒരു രീതിയിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഗുണദോഷിക്കാനാണെങ്കിൽ നമുക്ക് ഒട്ടും പറ്റില്ല, അതാ ഒരു തീരെ താല്പര്യം ഇല്ലാത്ത വിഷയമാണ് അല്ലെ. നല്ല രീതിയിൽ സ്നേഹത്തോടെ നിന്നിട്ട് വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ സോഷ്യൽ മീഡിയനെ തികച്ചും 100% മോശമാണെന്ന് പറഞ്ഞുകൂടാ അല്ലെ. നമ്മൾ സോഷ്യൽ മീഡിയ യൂസേഴ്സ് ആണ്, പക്ഷെ നമ്മൾ നന്നായി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വേണം പറയാൻ അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്നതും അവരുപയോഗിക്കുന്നതായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. രാത്രി 9 മണിയാകുമ്പോഴത്തേന് നമ്മൾ ഡീറ്റാച്ച്ഡ് ആവും, അതേസമയം അവർ അന്നേരമാണ് ആക്റ്റീവ് ആകുന്നത് അല്ലേ. അങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയയിലെ പല ഉള്ളടക്കങ്ങളും നമ്മുടെ തലച്ചോറിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് തൽക്ഷണ സംതൃപ്തി അല്ലെ, തൽക്ഷണം പെട്ടെന്ന് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പാട്ട് വേണം കേൾക്കണം തോന്നുമ്പോഴത്തേന് പാട്ട് വരും, ഒന്ന് ഒരു കോമഡി വീഡിയോ കാണാൻ തോന്നുമ്പോൾ അത് കിട്ടും. ഇനി അതല്ല വേറെ എന്തെങ്കിലും, അതായത് ഈ സന്തോഷമായിട്ടുള്ള ഡോപ്പമിന്റെ പങ്ക് ഭയങ്കരമാണ്. ഡോപ്പമിൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പം തന്നെ അവർക്ക് ഒന്നും തന്നെ ലോങ് ലാസ്റ്റിംഗ്. ഇത് ഒരു മിനിറ്റ്, പിന്നെ പ്രസന്റേഷൻ വരുന്നില്ല. ഒരു കാര്യത്തിലും അവർക്ക് വെയിറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. ഒക്കെ പെട്ടെന്ന് കിട്ടണം അല്ലെ. അത് പറ്റാണ്ടാവുമ്പോ ഇനിയിപ്പോ ഒരു പരീക്ഷയാണ്, നന്നായി എഴുതി പാസ്സാകുക എന്നുള്ള മൂടൊന്നും അവർക്കില്ല, അതിന് പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല. വലിയ വലിയ ഫീസൊക്കെ കൊടുത്ത് ഏതെങ്കിലുമൊക്കെ കോളേജിലൊക്കെ കൊണ്ടുപോയി ചേർത്തുന്നു എന്നല്ലാതെ, അതായത് പിതാവിന്റെ മാതാവിന്റെ ക്യാഷ് നഷ്ടപ്പെട്ടു എന്നല്ലാതെ അതിന് യാതൊരു, ഇത്രയും പൈസ കൊടുത്തിട്ടാണല്ലോ എൻ്റെ ഉപ്പ ഇത്രയും അധ്വാനിച്ചതാണല്ലോ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് കിട്ടുന്ന മണിയാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതിയും അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. അത്തരം വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ. പിന്നെ ജീവിതം മനോഹരമാണ്, എൻ്റെ മൈ ലൈഫ് മൈ ചോയ്സ് എന്ന ഒരു ആശയമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് തന്നെ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ ഫിലിം സ്റ്റാർസിന്റെ മറ്റേ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ലൈഫ് കണ്ടാണ് അവര് വളരുന്നത്. അതുപോലെ അതൊരു വർഷം മാത്രമാണ്. ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് പുറകിലുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവരം അവർക്കില്ല. അവരവരുടെ ജീവിതത്തിന്റെ ഒരു നല്ല വശം, മറ്റേ ബ്യൂട്ടിഫുൾ സൈഡ് മാത്രമാണ് കാണിക്കുന്നത്. അതുപോലെ ജീവിച്ച് കാണിക്കാന്നുള്ള, അതുപോലെ ജീവിച്ചു നോക്കുക, അതും നമ്മൾ സ്വായത്തമാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു എന്താ പറയാ ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ്. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അതിനി പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ പൈസ അവർ സ്വരൂപിച്ചെടുക്കാനും തയ്യാറാണ്. പിന്നെ പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ പുറത്തു പോയി കളിച്ചു, മൈതാനങ്ങളിലും പാടങ്ങളിലൊക്കെ. അപ്പോൾ എന്ന് പറയുന്നത് അവിടെ എന്താ ബോഡി എക്സസൈസ് ചെയ്യും. അപ്പം തന്നെ ബോഡി എന്താ പറയാ ബോഡി പാർട്സ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവും, ബ്രെയിൻ ആക്റ്റീവ് ആവും, വെയിൽ കൊള്ളും, വൈറ്റമിൻ ഡി കിട്ടും. പക്ഷെ ഇന്നൊന്നും തന്നെ ഒരു വീട്ടിലെ കുട്ടികൾക്കും തന്നെ പുറത്തിറങ്ങി ഔട്ട്ഡോർ ഗെയിം എന്ന് പറയുന്ന ഒരു പരിപാടിയെ അവർക്കില്ല അല്ലെ. ഔട്ട്ഡോർ ഗെയിം എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല. അവർക്കെല്ലാം തന്നെ വീട്ടിലെ ഓരോ കുട്ടി ഓരോ മൊബൈൽ, അതാണ് ഇന്നത്തെ പോളിസി അല്ലെ. അപ്പൊ നമ്മള് ഈ കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ അഴിച്ചിട്ടോ മൊബൈൽ ഫോൺ വാരി വെച്ചിട്ടോ അതൊന്നും തന്നെ നമുക്കൊരു തരത്തിലും ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു ചെറിയ ചർച്ച വെക്കാം, എന്നിട്ട് എങ്ങനെ ഇവരെ ഇതിൽ നിന്ന് രക്ഷിക്കാം എന്നുള്ള വിഷയത്തിനെ കുറിച്ചിട്ട് നമുക്കൊരു ചർച്ചയാകാം അല്ലെ. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള, കാരണം നമ്മൾ അവരുടെ ഒന്നുമില്ലെങ്കിലും പിന്നെ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളെ കുട്ടികൾ ഈ വിധത്തിൽ നശിച്ചു പോണത് നമുക്ക് കണ്ട് നിൽക്കാൻ പറ്റില്ല. ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ജങ്ക് ഫുഡുകളും ബേക്കറി സാധനങ്ങളുമാണ് നാടൻ ഫുഡുകൾക്ക് പകരം കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ദോഷഫലങ്ങൾ നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് താനും അല്ലെ. അതായത് പണ്ട് കാലങ്ങളിൽ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ ആ ഉമ്മ അരച്ച് അല്ലെങ്കിൽ മീൻ മുറിച്ച് പിന്നെ കറ്റുന്ന് വെള്ളം മുക്കി കോരി അങ്ങനൊക്കെ അത്രയും സാഹസപ്പെട്ടിട്ടായിരുന്നു ഭർത്താവിനും കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തിരുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിന്നിട്ട് തന്നെ അഭിപ്രായം പറയുമ്പോൾ ഉമ്മക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഉമ്മക്ക് ചിലപ്പോൾ ഒരു
ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 4-5 മക്കളോ എൻ്റെ കൂടെ ഒരു ഗസ്റ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമ്മക്ക് ഭക്ഷണം കിട്ടൂല. എന്നിരുന്നാലും ഉമ്മക്ക് ഭയങ്കര സന്തോഷം. അവരൊക്കെ കഴിച്ചാൽ നല്ല റിപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കര എന്താ പറയണ്ട, ഒപ്പം പിന്നെ അന്നേരം ക്രിയേറ്റ് ചെയ്യുക ഉമ്മന്റെ മുഖത്ത് അല്ലെ ഭയങ്കര സന്തോഷം. പക്ഷെ ഇന്നാണെങ്കിൽ ഇന്ന് ബിഹാരികൾ ഉണ്ടാക്കുന്ന ജങ്ക് ഫുഡാണ്. ഇവരെ ആരോഗ്യം നന്നാവണമെന്നോ അവർക്ക് ആയുസ് കൂടണമെന്നോ അവർക്ക് പിന്നെ രോഗം വരരുതൊന്നും അവര് നെയ്യത്തിലില്ല അല്ലെ. അവരിത് എന്തെല്ലോ കഴിക്കാതും കഴുകാത്തതും ആയിട്ട് പൊറാട്ടന്റെ മാവൊക്കെ കാലുകൊണ്ട് അടിച്ച് ചമച്ച് ഇതാക്കിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതായാലും ഈ കുട്ടികളെ സംബന്ധിച്ച് ഇതാണ് അമൃത് അല്ലെ. അപ്പൊ അതും ഒരു വിഷയമുണ്ട്. ഇങ്ങനത്തെ ഈ ജങ്ക് ഫുഡും എവിടെ നിന്നോ ആരൊക്കെയോ ഉണ്ടാക്കുന്ന ഒരു മാനസികമായ ഒരു ഐക്യമോ ഒരു ബന്ധമോ ഒരു നല്ല നെയ്യത്തോ വെച്ച് ഉണ്ടാക്കാത്ത ഫുഡ് കഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവർക്ക് തന്നെ ആരോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അത് ഉമ്മയാണ് ഉപ്പയാണ് ഇവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു അങ്ങനത്തെ ഒരു ഫീലിങ്സ് അവർക്കില്ല. ഇനി അഥവാ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമാണ് അല്ലെ. അങ്ങനെ പറയരുത് എന്നാണ് അവരുടെ മെന്റാലിറ്റി. അങ്ങനെ പറയുന്ന അവർക്ക് ഇഷ്ടമില്ല അല്ലെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ പറയാറുമില്ല. ഇനി അഥവാ പറയുകയാണെങ്കിൽ തന്നെ അവർക്കത് ഒട്ടും ഇഷ്ടപ്പെടുകയും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ധാരാളം സൗകര്യങ്ങളാ അല്ലെ. വീട്ടിലേക്ക് വരണമെങ്കിൽ എത്ര വലിയ കുട്ടികളാണെങ്കിലും സ്കൂൾ ബസ്സിലാണ് വരുന്നത്. സ്കൂൾ ബസ്സിന് 4000, 5000, 2000 പല രീതിയിലുള്ള റെന്റാണ്. പക്ഷെ അതൊന്നും തന്നെ പാരൻസിന് ഒരു വിഷയമല്ല, കുട്ടികൾക്കും ഒരു വിഷയമല്ല. എത്രയും പൈസ കൊടുത്ത അതേസമയം പണ്ട് കാലങ്ങളിലാണെങ്കിൽ 5 രൂപ ബസ്സിന് കൊടുക്കുന്ന കാലത്ത് പോലും പാരൻസ് ആരും തന്നെ സ്കൂൾ ബസ്സിനെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല. ആ തിക്കിത്തെറിച്ച ബസ്സിൽ കയറി വന്നിരുന്നു. അത്രയൊക്കെ പഠിച്ച കുട്ടികൾക്കാണെങ്കിലോ പാരൻസിനോട് നല്ല സ്നേഹവുമായിരുന്നു അല്ലെ. ഇന്ന് ഈ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാനസിക അടുപ്പവും നമ്മുടെ ബന്ധങ്ങളിലുള്ള ദൃഢത അല്ലെ വളരെ വീക്കായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് നമ്മളെ തൊട്ടടുത്ത ബന്ധുക്കളോടും തന്നെ മക്കൾക്കൊന്നും യാതൊരു താല്പര്യവും ഇല്ല അല്ലെ. അടുത്ത വീട്ടിലെ ഒരു അമ്മായി, അപ്പുറത്തെ വീട്ടിലെ ഒരാളാമ്മയോ ഒക്കെ വന്നാൽ അവരെന്താന്ന് അങ്ങോട്ട് മുഖത്ത് നോക്കി അസ്സലാമു അലൈക്കും പോലും പറയാൻ പറ്റില്ല. മോനെ സലാം പറയുന്ന സലാം പറഞ്ഞ പോലെ ഒരു ഔപചാരികതയുടെ പറച്ചില് പറഞ്ഞിട്ട് പോലും ഇങ്ങ് പോരും. അപ്പൊ എന്താ പറയുന്ന ആത്മാർത്ഥ സ്നേഹം എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ ഇതൊക്കെ തിരിച്ചു പിടിക്കൽ എങ്ങനാന്ന് വെച്ചാൽ അത് കുറച്ച് ടാസ്ക് ആണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും അതിനെ കുറിച്ചിട്ട് ഒന്ന് എല്ലാ ലേഡീസും ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്കാം എന്താ ചെയ്യാന്നുള്ളത്. എല്ലാ മക്കളും ഇതേ ഒരു ട്രെയിനിൽ ഓടുന്ന വണ്ടികൾ തന്നെയാണ് എല്ലാ കുട്ടികളും. അപ്പൊ എല്ലാവരും തന്നെ ഈ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് താനും. നമുക്കാണെങ്കിൽ ഒരു തരത്തിലും അവരെ ക്രിറ്റിസൈസ് ചെയ്തുകൂടാ, ചീത്ത പറഞ്ഞുകൂടാ, അടിക്കാന്നുള്ള ഒരു വിഷയം ഇപ്പോഴില്ല അല്ലെ. അപ്പൊ ആ രീതിയിലൊന്നും അവര് നന്നാക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ നന്നല്ല എന്ന് പറയുന്നത് പോലും അവർക്ക് ഇഷ്ടമില്ല അല്ലെ. അവര് മോശക്കാരാണെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമില്ല. അവർ നല്ലതാണെന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ തന്നെ പറയാനും പാടുള്ളൂ. അപ്പൊ പിന്നെ വേറൊരു വലിയ വിഷയം എന്താ വെച്ചാൽ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ അമിതമായ ഉപയോഗം. ഈവൻ 5-6 വയസ്സായ കുട്ടികൾക്ക് വരെ ലിപ്സ്റ്റിക് വേണം, റോഷ് വേണം, പിന്നെ ചാന്തും പൊട്ടും ഒക്കെ തൊട്ട് ഭയങ്കര നല്ല സ്കിന്നായ വളരെ സ്മൂത്തായ ഏറ്റവും ചെറിയ സ്കിന്നിലൊക്കെ കൊണ്ട് ഈ ഹാർഡ് പിന്നെ ബ്യൂട്ടി ക്രീംസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ ബ്യൂട്ടി ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്ന 30-40 കഴിഞ്ഞിട്ടുള്ള ചുളി വരുന്ന സ്കിന്നിനെ ശരിയാക്കാനാണ്. പക്ഷെ ഇവര് യങ്ങസ്റ്റ് കുട്ടികളെ മേലെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോഴുള്ള അവസ്ഥ എന്താ വെച്ചാൽ അവരുടെ സ്കിന്നൊക്കെ വളരെ മോശമാവുക. ഈ ഫോണിൽ കളിച്ചും നെറ്റിൽ കളിച്ചും തന്നെ ബുദ്ധിയും അവർ ഡ്രൈ ഔട്ട് ആക്കി വെച്ചിക്കണ്. പിന്നെ ഹെൽത്ത് ആണെങ്കിൽ തീരെ പുറത്തിറങ്ങാണ്ട് അതും അവർ വീക്കാക്കി വെച്ചിക്കണ്. പിന്നെ സ്കിന്നാണെങ്കിൽ സ്കിന്നിന്റെ കഥ ആണെങ്കിൽ പറയുകയും വേണ്ട അല്ലെ. പിന്നെ മദ്യപാനം, പുകവലി അങ്ങനെ കണ്ട കാര്യങ്ങളിലൊന്നും യാതൊരു മടിയും ഇല്ല അല്ലെ. പണ്ടൊക്കെ അങ്ങനെ ഈ ഇടയിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആളെ കാണുമ്പോൾ അവർക്ക് ഒരു മടി ഉണ്ടായിരുന്നു അല്ലെ. കൂടെ ഒരു പെൺകുട്ടി ഒരു മടിയും ഇല്ല, കൂളായിട്ട് ആ കൂടെ വരുന്ന കുട്ടീന്റെ കയ്യും പിടിച്ച് എവിടെ പോകാൻ ഏത് സിറ്റിക്കകത്ത് കൂടെ നടക്കാനുള്ള ഒരു ഗഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു വളർച്ച. അത് നല്ല വളർച്ചയാണോ ചീത്ത വളർച്ചയാണോ എന്ന് ചോദിച്ചാൽ അള്ളാഹു ആലം. നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അവരെ നമുക്ക് നല്ല രീതിയിലേക്ക് സമൂഹത്തെ മാനിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, എന്നാൽ ആവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കുന്ന ഒരു നല്ല സമൂഹമായി വളർത്തി കൊണ്ടുവരാൻ സാധിക്കണം എന്ന്
നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് തുടർന്നും ആ രീതിയിൽ മുന്നോട്ട് പോകാം. പിന്നെ വസ്ത്രധാരണ രീതി അങ്ങനെ തന്നെ ഓരോ പ്രായത്തിനും അനുസരിച്ചത് ഓരോ ല്ലേ ഒരു പിന്നെ ആൺകുട്ടികൾക്കാണെങ്കിൽ അട്ടയപ്പ് ഇതിപ്പോ ഇതൊന്നുമില്ല, എന്താ പറയണ്ടേ, വസ്ത്രധാരണത്തിൽ ഒരു ഇതില്ല, തോന്നിയ മാതിരി അല്ലെ, ഒരു കോമൺ സെൻസ് ഒന്നുമില്ല. ആർക്കും എന്തും ധരിക്കാം അല്ലെ. ജീൻസ് ഇടുന്നത് കാണാൻ ഒരുപാട് വെല്ലുള്ള ഭയങ്കര വീതിയുള്ള ജീൻസ് അല്ലെ, അതേസമയം അത് വയറിന്റെ ഭാഗം മുഴുവൻ പുറത്ത് കാട്ടിയിട്ടുണ്ടാവും അല്ലെ. ചിലർ കാണാൻ ഇറുകി പിടിച്ച് ടൈറ്റായിട്ട് രക്തയോട്ടം പോലും ഇല്ലാത്ത രീതിയിലുള്ള അല്ലെ. പിന്നെ ഈ മേലെ ഇടുന്ന ടോപ്പാണെങ്കിൽ കൈ ഒന്ന് പൊന്തിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാണാമോ അതൊക്കെ കാണാം, ആ രീതിയിൽ ഇങ്ങനെ. അപ്പൊ വസ്ത്രധാരണത്തിന് പോലും ഒരു ലോജിക്ക് ഇല്ല. ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് അതിനും ഇല്ല ഒരു കയ്യും കണക്കും. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ജങ്ക് ഫുഡ് ആണെങ്കിൽ അതും ഹെൽത്ത് വൈസ് നന്നായിരിക്കണം, നല്ല ഫുഡ് കഴിക്കണം, അങ്ങനത്തെ ഒരു നിർബന്ധവും അവർക്കില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലുള്ള ആളുകളെയാണ് നമ്മളിപ്പോ ജെൻസി കുട്ടികൾ എന്ന് പറയുന്നത്. ഇവരെ നമുക്ക് നല്ല രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരുവാൻ എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കാന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ലേഡീസിനൊരു ചർച്ച ആകാം ഇൻഷാ അല്ലാഹ്. പിന്നെ മിലിയനുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് അല്ലേ. അതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 30-40 ഏജിന്റെ ഉള്ളിലുള്ള ആളുകളാണ്. അവർക്ക് അത്യാവശ്യം നല്ല ആരോഗ്യ സംരക്ഷണം 1981 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച, അതായത് ഈ കുട്ടികളെ ഉമ്മമാര് അല്ലെ, നമ്മളെ മക്കള് എന്ന് വേണം പറയാൻ. അവർക്ക് 30 വയസ്സ് അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ബോഡി കെയറും, നന്നായി നടക്കുകയും ജിമ്മിൽ പോവുകയും പിന്നെ സ്കിന്നൊക്കെ വളരെ നന്നായി യൂസ് ചെയ്യുകയും ബോഡി ഒരുപാട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയും അങ്ങനെ ആ രീതിയിൽ അവർ നല്ല രീതിയിൽ ബോഡി ഫിറ്റാക്കി കൊണ്ട് നടക്കുന്ന അതേ പേരൻസിന്റെ മക്കളാണ് ഇപ്പൊ പലതും നമുക്കറിയാം. യൂട്യൂബിലൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. അവരൊക്കെ വയറിന്റെ ചുറ്റളവ് അവർ പറയുന്ന ആ കറക്റ്റ് ചുറ്റളവ് തന്നെ ആ ഡോക്ടർമാർക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലെ. അവരും ആ രീതിയിലാണ് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള മിലേനിയം എന്ന് പറയുന്ന ഒരു ടൈപ്പ് തലമുറ അത് വളരെ വൃത്തിയായും ഭംഗിയായിട്ടും ആരോഗ്യം സംരക്ഷിച്ചു സ്കിൻ പ്രോഡക്റ്റ് അനാവശ്യമായിട്ട് ഉപയോഗിക്കാണ്ടും അത്യാവശ്യം നടക്കേണ്ട അവസ്ഥകളിൽ നടന്നിട്ടും കാറ് വേണ്ടടുത്ത് മാത്രം കാർ യൂസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ വളരെ കറക്റ്റായിട്ട് ലൈഫ് കൊണ്ട് നടന്നവരാണ്. പക്ഷെ അവരുടെ മക്കളിലാണ് പിന്നെ ഇതിലൊരു വലിയ വിഷയം എന്ന് പറയുന്നത് കുട്ടികളെ മാത്രം പറഞ്ഞുകൂടാ. ഇപ്പൊ ഇന്നലത്തെ പേരൻസിന് ഒരു വലിയ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ മക്കൾ അനുഭവിക്കരുത് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഏതറ്റം വരെയും സുഖ സൗകര്യങ്ങൾ നൽകാൻ നമ്മൾ തയ്യാറാണ് എന്നാണ് പാരൻസിന്റെ ഒരു ചിന്താഗതി. അത് മുതലെടുത്തുകൊണ്ടാണ് അവർ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ജെൻസി കുട്ടികളെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഇതിന് ശേഷം നമുക്കൊരു ചർച്ചയാകാം ഏത് രീതിയിൽ നമുക്ക് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാം. അവരെ കുറ്റം പറഞ്ഞത് കൊണ്ടോ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒരു തരത്തിൽ ആരും തന്നെ നന്നാവുകയില്ല. അതേസമയം നമ്മളെ പഴഞ്ചൻ ആശയങ്ങളും രീതികളും മാറി നമ്മൾ അവരോട് നല്ല രീതിയിൽ നിന്ന് വളരെ സ്നേഹത്തോട് നിന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കിട്ടൂ എന്നാണ് നമ്മുടെ വിദഗ്ധന്മാരുടെ അഭിപ്രായം. അപ്പൊ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം ഇൻഷാ അല്ലാഹ്.